സർവകലാശാല വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹം കഴിഞ്ഞ വ്യാഴാഴ്ച കുസാറ്റിൽ ചേർന്ന വൈസ് ചാൻസലർമാരുടെ യോഗത്തിലാണ് ഈ നിർദ്ദേശം വെച്ചത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് കടിഞ്ഞാണിടണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് കാരണം കേരള സർവകലാശാലയിലെ ഈയിടെ നടന്ന വിദ്യാർത്ഥികളുടെ ആക്രമണം വൈസ് ചാൻസലർക്കെതിരായി. അന്നുണ്ടായ ആ അക്രമത്തിൽ അതിനകത്ത് വി സിയുടെ ഓഫീസിൽ സംഘർഷാവസ്ഥയൊക്കെ നമ്മൾ ചാനലിലൊക്കെ കണ്ടു. അതിന് പോലീസ് നടപടിയെടുക്കാൻ മടിച്ചു വന്ന് പോലീസ് അതിനകത്ത് രാഷ്ട്രീയം കഴിച്ചു. ഗവർണർ ഇടപെട്ടപ്പോൾ മാത്രമാണ് സമരക്കാരെ പോലീസ് നേരിട്ടതും അറസ്റ്റ് ചെയ്തതും. അതുവരെ സമരക്കാരുടെ കൺട്രോളിൽ തന്നെയായിരുന്നു കേരള സർവകലാശാല. അവിടെ വൈസ് ചാൻസലർ അവരുടെ ഇടയ്ക്ക് അകപ്പെട്ട് കിടക്കുന്നത് നമ്മൾ കണ്ടു. എം ജി സർവകലാശാലയിൽ 2005 മുതൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കലാശാലയ്ക്കകത്ത് രാഷ്ട്രീയ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, അവിടെ ബാനറോ അതുപോലെ പ്രകടനങ്ങളോ നടത്താൻ പാടില്ല. അത് സർവകലാശാലയിൽ എം ജി സർവകലാശാലയ്ക്ക് വെളിയിൽ നടത്തിക്കോളൂ. അങ്ങനെ അത് ഏകദേശം അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് വൈസ് ചാൻസലർമാർക്ക് ഇത് നടപ്പാക്കാൻ ഇവിടെ കഴിയില്ല എന്നാണ് ഗവർണർ ചോദിച്ചത്. കേരള സർവകലാശാലയിൽ ഈയിടെ നടന്ന അക്രമം അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നിർദ്ദേശം വെച്ചത്. അത് തന്നെയല്ല, കേരളത്തിലെ എല്ലാ കോളേജുകളിലും അത് പോളിടെക്നിക്കുകളിലും അതുപോലെ സ്കൂളിലും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ്. അത് പ്രൊമോട്ട് ചെയ്യാൻ അവിടുത്തെ സാറുമാരും കുട്ടികളിലൊപ്പം ഉണ്ട്. അവർക്ക് രാഷ്ട്രീയ സംഘടനകളുണ്ട്. അവർക്കൊക്കെ പ്രകടനം നടത്താനും ആ കോളേജിനകത്ത് കുട്ടികളുടെ മുമ്പിൽ പ്രകടനം നടത്താനൊന്നും യാതൊരു മടിയുമില്ല. അതുകൊണ്ട് ഈ അധ്യാപകരുടെ തൊഴിൽ കുട്ടികളെ പഠിപ്പിക്കുക, ഗുരുകുല വിദ്യാഭ്യാസം അല്ലേ നമ്മുടെ പാരമ്പര്യം. അത് ചെയ്യുന്നതിന് പകരം മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിൽ മുദ്രാവാക്യം വിളിച്ചു പോകുന്ന സാറുമാരെയാണ് കുട്ടികൾ കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം സ്കൂളിലും കോളേജുകളിലും നിരോധിക്കണം സർക്കാർ, അല്ലെങ്കിൽ ഗവർണർ അതിന് മുൻകൈ എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സാറുമാരാണ് ധാരാളം പേര് പല കോളേജുകളിൽ പ്രവർത്തിക്കുന്നത്. സെക്രട്ടേറിയറ്റിലും അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. സെക്രട്ടേറിയറ്റിനകത്ത് ഓഫീസുകളിൽ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തുന്ന യൂണിയൻകാരെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് മാതൃകയാകേണ്ട സാറുമാർ കുട്ടികളുടെ മുമ്പിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് അവർ കോളേജിൻ്റെ അകത്തൂടെ പ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അതേ രീതി തന്നെയാണ് കുട്ടികൾ നടത്തുന്നത്. അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറിൽ അതേ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് പഠനത്തിനല്ല വരുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരെ സൃഷ്ടിച്ചെടുക്കുന്ന പാരമ്പര്യമുള്ള ചില വിദ്യാർത്ഥികളിൽ തന്നെയാണ് അവർ സൃഷ്ടിച്ചെടുക്കുന്നത്. അതിനുള്ള വകഭേദങ്ങൾ അവർ കോളേജിൽ ഉണ്ടാക്കും. അവിടെ വിദ്യാഭ്യാസത്തിനല്ല അങ്ങനെയുള്ള കുട്ടികൾ, രാഷ്ട്രീയ കുട്ടികൾ വരുന്നത്. അതുകൊണ്ട് അത് അനുവദിക്കാൻ പാടില്ല. ഗവർണർ എടുക്കുന്ന തീരുമാനം നല്ലത് തന്നെ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് കേരളത്തിലെ കുട്ടികൾക്ക് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്. പല കോളേജുകളിൽ നമുക്കറിയാം, സ്കൂളുകളിലൊക്കെ കുട്ടികൾ വളരെ ഇപ്പം കുറവാണ്. കഴിവുള്ളിടത്തോളം അവർ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ പോയി പഠിക്കുകയാണ്. ഗവൺമെൻറ് കോളേജുകളിൽ അവിടെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം യൂണിവേഴ്സിറ്റി കോളേജൊക്കെ നമുക്കറിയാവില്ല. ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജൊക്കെ തിരുവനന്തപുരത്ത്, എറണാകുളം മഹാരാജാസ് കോളേജിലേക്ക് അവസ്ഥ നമുക്കറിയാം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാനൊക്കെ സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കാലഘട്ടത്തിൽ ആ കോളേജിൻ്റെ അകത്തുനിന്ന് ഗുണ്ടകളായ ഈ ചെറുപ്പക്കാരായ ചില രാഷ്ട്രീയ പാർട്ടികളുടെ പിണിയാളികളായ കുട്ടികൾ കല്ലെടുത്തെറിയും പോലീസിനെ എറിഞ്ഞ് ഓടിക്കുന്നതൊക്കെ അനുഭവിച്ച ആളാണ് ഞാൻ. അന്ന് മുതലേ ഞാനൊക്കെ കൃത്യമായി പറയുമായിരുന്നു, ഇത് നിരോധിക്കണം. കാരണം കുട്ടികൾ സ്കൂളിലും കോളേജിലും വരുന്നത് പഠിക്കാനും അവരെ നല്ല ഭാവി കെട്ടിപ്പടുക്കുന്നതിനുമാണ്. അതിനു പകരം രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ എറിഞ്ഞിരുന്ന സന്ദർഭത്തിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും ആ കോളേജിനകത്തു നിന്ന് കൈ ഉയർത്തി പുറത്തേക്ക് വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസിനെ എറിഞ്ഞു കഴിഞ്ഞപ്പം പോലീസ് തിരിച്ചെറിഞ്ഞ സംഭവങ്ങൾ അവിടെയുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ കുട്ടികൾക്ക് പരിക്കേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തുള്ള കേരളത്തിലെ സമുന്നതരായ പല രാഷ്ട്രീയ നേതാക്കന്മാരും അതിനകത്തുനിന്ന് കൈ ഉയർത്തി ഇറങ്ങി വന്ന് ഇനി എറിയരുത് എന്ന് പറയുന്ന കാഴ്ച കാണുന്നുണ്ട്. കുട്ടികളെ മുഴുവൻ ഇതിലേക്ക് ട്രാക്ക് ചെയ്ത് കേരളത്തിലെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള കുട്ടികളുടെ ആവേശം കെടുത്തുന്ന രീതിയിൽ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് അവരെ വഴിയാധാരമാക്കുന്ന സംഘടനകളാണ്, പല രാഷ്ട്രീയ സംഘടനകളാണ് കേരളത്തിലുള്ളത്. അത് നിരോധിക്കണം. തീർച്ചയായിട്ടും ഈ കോളേജിനകത്തും സ്കൂളിനകത്തും രാഷ്ട്രീയ പ്രവർത്തനം നിവർത്തിക്കണം. അത്
ഇലക്ഷൻ നടത്തി അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി നടത്തുന്നതെങ്കിൽ അത് സാറുമാരെ കൺട്രോൾ ചെയ്യണം. സ്കൂളിലെ രാഷ്ട്രീയമല്ല, കോളേജിലെ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലും നല്ല കുട്ടികൾ ഉള്ള ആൾക്കാരെ അവർ ക്ലാസ്സിലെ ടീച്ചർമാരും അവിടുത്തെ പ്രിൻസിപ്പളും അവരെ ഹെഡ് മാസ്റ്ററോ അവരെ തിരഞ്ഞെടുക്കുക. രാഷ്ട്രീയപരമായ ഉന്നം വെച്ച് അവരെ തിരഞ്ഞെടുക്കരുത്. അങ്ങനെയുള്ള നല്ല കുട്ടികളെ, ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യാനുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റികളിലും പല സർവകലാശാലയും സിൻഡിക്കേറ്റ് അംഗങ്ങളായി വിദ്യാർത്ഥികൾ ധാരാളം പേര് കയറിയിരിക്കുന്നത് കാണാം. അതൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു. അവിടെ വിദ്യാഭ്യാസ വിചക്ഷണരായ ആൾക്കാർ തന്നെയായിരിക്കണം സിൻഡിക്കേറ്റിൽ വരേണ്ടത്. കാരണം കുട്ടികളുടെയും സമൂഹത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്നവരവരാണ്. അതുകൊണ്ട് ഇതുവരെയുള്ള രാഷ്ട്രീയ പിണിയാളികളുടെ മക്കളോ അല്ലെ രാഷ്ട്രീയക്കാരോ അവിടുത്തെ സിൻഡിക്കേറ്റിൽ വന്നിരിക്കുന്നത് നല്ലതല്ല. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ പ്രതിനിധികൾ വന്നിരുന്നോട്ടെ, പക്ഷേ അവിടുത്തെ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളെ ആൾക്കാരായിട്ട് അധപ്പതിപ്പിക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഗവർണർ നിർദ്ദേശം നല്ല നിർദ്ദേശം തന്നെയാണ്. അത് കേരളത്തിലെ സർവകലാശാലയിൽ നടപ്പാക്കണം. നമുക്കറിയാം, സർവകലാശാലയിൽ പല കുട്ടികൾക്കും ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് രാഷ്ട്രീയം കാരണം. പല കുട്ടികൾ കാലും കൈയുമൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ ആൾക്കാരുടെ അല്ലെങ്കിൽ അവരുടെ അക്രമം ഏറ്റ് ധാരാളം കുട്ടികൾ മരണപ്പെടുകയും പരിക്കേൽക്കുകയും ജീവിതത്തിൽ ഒന്നും ആകാതെ പോയവർ ധാരാളം പേരുണ്ട്. കാരണം നമുക്ക് വയനാട്ടിലെ പൂക്കോടുള്ള ആ സിദ്ധാർത്ഥൻ്റെ മരണം ടിപ്പിക്കലായിട്ട് നമുക്കറിയാം. ആ കുട്ടി ആ വെറ്റിനറി സർവകലാശാലയെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ ആയ നേതാക്കന്മാരെ പിണിയാളുകൾ അവിടുത്തെ സാറുമാരും എല്ലാം കൂടെ കൂട്ടി ഇയാളോടുള്ള വൈരാഗ്യം തീർക്കാൻ ഇയാളെ നാട്ടിലോട്ട് പോയ ഇയാളെ കോഴിക്കോട് നിന്ന് വരെ എത്തിയ അയാളെ തിരിച്ചു വിളിച്ച് അയാളെ 2 ദിവസം അവിടെ ഇല്ലീഗൽ ഡീറ്റെയിൻ ചെയ്ത് ആ കൊച്ചിനെ കൊന്ന ചരിത്രം നമുക്കറിയാം. അത് കേരള രാഷ്ട്രീയത്തിൽ എന്നും നമ്മൾ അത് ഈ കുട്ടികളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വിക്ടീമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചിട്ട്, സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 2 വർഷമായി. അദ്ദേഹത്തിൻ്റെ കല്ലറയിലെ മാതാപിതാക്കളും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും വന്ന് പുഷ്പാർച്ചനയൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടു. ഏതായാലും നമ്മുടെ കുട്ടികൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഗവർണറുടെ നീക്കം നല്ലതാണ്. അതനുസരിച്ച് വൈസ് ചാൻസലറും എത്ര വില കൊടുത്താലും ശരി സ്കൂളിലും കോളേജുകളിലും ഈ രാഷ്ട്രീയം നിരോധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.